നമ്മൾ പ്രായമാകുമ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ഉള്ളിലുള്ളതെല്ലാം തുറന്നു പറയുന്ന ഒരു ശീലം അത് സ്വാഭാവികമാണ്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ആരോടും പറയാതെ ഉള്ളിൽ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അവ ഏതൊക്കെ എന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ ആരോടും പറയാതിരിക്കുക. നമ്മുടെ വരുമാനത്തെക്കുറിച്ച് പറയാതിരിക്കുക. ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുക, സാറിൻ്റെ പെൻഷൻ എത്ര രൂപയുണ്ട്? വെറുതെ പറയുക, എനിക്ക് ആവശ്യത്തിനുണ്ട് എന്ന് പറഞ്ഞേക്കുക. അല്ലാതെ ഇത്ര രൂപയുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് നമ്മൾ അസൂയയായി. ഇത്രയുണ്ടോ എന്ന് അയാൾ ഉള്ളിൽ വിചാരിക്കും. അല്ലെങ്കിൽ പിന്നെ കടം ചോദിക്കും. കടം ചോദിച്ചാലോ കൊടുത്തില്ലെങ്കിൽ ശത്രു, കൊടുത്താലോ അതൊട്ട് കിട്ടുകയുമില്ല, ശത്രുവുമാവും. അപ്പോൾ നമ്മളുടെ സാമ്പത്തികമായ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ആരോടും പറയാതിരിക്കുന്നതാണ് നല്ലത്. രണ്ടാമതായിട്ട് നമ്മുടെ കുടുംബ രഹസ്യങ്ങളാണ്. പലരും പലതും ചോദിക്കും. നമ്മുടെ കുടുംബത്തിൽ എല്ലാ കുടുംബങ്ങളിലും പ്രശ്നമുണ്ട്. ഒരു പക്ഷേ മക്കൾ നോക്കുന്നില്ല, മരുമക്കൾ നോക്കുന്നില്ലായിരിക്കും, നമ്മൾ അറിയിക്കുന്ന തരത്തിലുള്ള ഒരു സ്വീകരണം അല്ലെങ്കിൽ അംഗീകാരം ലഭിക്കുന്നില്ലായിരിക്കാം. അത് നമ്മൾ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കുമ്പോൾ അവർക്ക് നമ്മളോടൊരു സിമ്പതി ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നെങ്കിൽ നമുക്ക് തെറ്റുപറ്റി. ഒരിക്കലും അങ്ങനെ ഉണ്ടാകുന്നില്ല. അവരെന്ത് ചെയ്യും? മക്കളോടും മരുമക്കളോടും പോയി വേറെ ഇതിൽ സംസാരിക്കും. അങ്ങനെ ആ ബന്ധം കൂടുതൽ വഷളാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ കുടുംബ രഹസ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുക. അതല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ദൈവത്തോട് പറയുക. അതായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മുടെ അസുഖങ്ങളെക്കുറിച്ചാണ്. പലപ്പോഴും പ്രായമാകുമ്പോൾ നമുക്ക് അസുഖങ്ങളുണ്ടാവുക സ്വാഭാവികമാണ്. അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അത് വെറുതെ അയാൾക്ക് നമ്മളോടുള്ള നെഗറ്റീവ് എനർജിക്ക് കാരണമാവുകയുള്ളൂ. ഇപ്പം ഞാൻ പറയുകയാണ്, എനിക്ക് പ്രമേഹമാണ് അല്ലെങ്കിൽ ഇന്ന അസുഖമാണെന്ന് പറയുമ്പോൾ അയാൾ എന്താ വിചാരിക്കുക? ഇങ്ങനെ തന്നെ വേണം, അർപ്പിച്ചേക്കനല്ലേ, അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള അയാളിൽ നിന്നുള്ള എനർജി നമ്മളിലേക്ക് പാസ് ചെയ്യപ്പെടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അസുഖങ്ങളെക്കുറിച്ച് നമ്മൾ ഒന്നുകിൽ നമ്മുടെ ഡോക്ടറോട് പറയുക, അല്ലെങ്കിൽ ദൈവത്തോട് പറയുക. നാലാമതായിട്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ്, നമ്മുടെ ഭാവി പരിപാടികളെക്കുറിച്ച് ആരുമായിട്ടും പങ്കുവെക്കാതിരിക്കുക. എനിക്കറിയാം, ഒരു സാറ് റിട്ടയർഡായപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഒരു ചെറിയ ചായക്കട തുടങ്ങിയേക്കാം. ഉടനെ അത് അടുത്ത സുഹൃത്തിനോട് പറഞ്ഞു. സുഹൃത്ത് പറഞ്ഞു, അയ്യോ ഒരിക്കലും ചെയ്തേക്കരുത്, അതങ്ങ് വിജയിക്കാൻ പോകുന്നത്. എത്രയോ ആളുകൾ തുടങ്ങിയതെല്ലാം പരാജയപ്പെട്ടു പോയി. ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും അത് മറ്റുള്ളവരെ തടസ്സപ്പെടുത്തുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പ്ലാനുകളെക്കുറിച്ച് ആരുമായിട്ടും പങ്കുവെക്കാതിരിക്കുക, അതാണ് ഉത്തമം. നമ്മുടെ ഓരോ പ്ലാനും അതോരോ വിത്ത് പോലെയാണ്. മണ്ണിൽ നമ്മൾ കുഴിച്ചിട്ട വിത്ത് പോലെയാണ്. അതവിടെ ഇരിക്കട്ടെ, സ്വസ്ഥമായിരിക്കട്ടെ, അത് മുളച്ചു വരാൻ അനുവദിക്കുക, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതല്ലാതെ അത് എല്ലാ ദിവസവും മാന്തിപ്പറിച്ച് അത് മറ്റുള്ളവരെ കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ അതൊരിക്കലും മുള പൊട്ടുകയില്ല. അതുപോലെയാണ് നമ്മൾ പ്ലാനുകളെക്കുറിച്ച് നമുക്ക് ആരോടും പറയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനവുമില്ല. വെറുതെ നെഗറ്റീവായിട്ടുള്ള ഐഡിയാസ് നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മളിലുള്ള ആത്മവിശ്വാസം നമ്മളിൽ നിന്ന് ചോർന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളുടെ വയസ്സാങ്കാലത്ത് നമുക്ക് ശാന്തവും സമാധാനവുമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.